US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് ദിനംപ്രതി നമ്മൾ കാണുന്നത്. അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും. എന്നാൽ ഒരു യൂറോപ്യൻ രാജ്യം വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന വസ്തുതയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ട്രംപ് തന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെ സാരമായി ബാധിച്ചു. ചെറിയ പിഴവ് പോലും നാടുകടത്തലിന് കാരണമാകുമെന്നതിനാൽ വിദേശികൾ ഭയന്നാണ് ജീവിക്കുന്നത്. പെട്ടെന്നുള്ള നിയന്ത്രണങ്ങൾ മാറ്റിവെച്ചാൽ ഇപ്പോൾ മറ്റൊരു രാജ്യവും വിദേശികൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുള്ള ഈ നിയന്ത്രണങ്ങൾ അവിടെ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളെ സാരമായി ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കിടയിൽ യൂറോപ്പിലെ ജനപ്രിയമായ രാജ്യമായ സ്പെയിനിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ പെട്ടെന്നുള്ള ഒഴുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാലാണ് സ്പാനിഷ് സർക്കാർ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു. ബാഴ്സലോണ, ടെനറൈഫ് തുടങ്ങിയ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ വിനോദസഞ്ചാരികളുടെ പെട്ടെന്നുള്ള വർധനവാണ് വിവിധ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. തിരക്ക് തദ്ദേശവാസികൾക്ക് വർദ്ധിച്ചു വരുന്ന ചെലവിന് കാരണമാകുന്നു. ഇത് കൈകാര്യം ചെയ്യുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർശനമായ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ പെട്ടെന്നുള്ള ഒഴുക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും വിനോദസഞ്ചാരം തദ്ദേശവാസികളെ അമിതമായി ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വർദ്ധിച്ച ടൂറിസ്റ്റ് നികുതി ബലേറിക് ദ്വീപുകളിൽ അധിക നികുതി ചുമത്തിയതിനാൽ ബലേറിക് ദ്വീപുകളിൽ രാത്രി താമസിക്കുന്നതിന് കൂടുതൽ ചെലവ് വരും. ക്രൂയിസ് യാത്രാ നിരക്കുകൾ 200% വരെ വർദ്ധിച്ചേക്കാം. ബാഴ്സലോണ പ്രദേശത്തെ ഒരാൾക്കുള്ള ടൂറിസ്റ്റ് നികുതി ഇരട്ടിയാക്കി. അധിക നികുതികൾക്ക് പുറമെ വിവിധ നിയന്ത്രണങ്ങളും സ്പെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ സ്പാനിഷ് ഭരണകൂടം ദ്വീപുകളിൽ വിവിധ വസ്തുക്കൾ നിരോധിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് സ്പാനിഷ് ദ്വീപുകളായ ഗ്രാൻഡ് കനേറിയയിൽ പുകവലിയോ വാപ്പിംഗോയും നിരോധിച്ചിരിക്കുന്നു. കൂടാതെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സ്പീക്കറുകളിൽ സംഗീതം കേൾക്കുന്നതും കടൽ തീരത്ത് പാചകം ചെയ്യുന്നതും ഷെല്ലുകൾ ശേഖരിക്കുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പൊതുവഴികൾ തടയുന്നതും നിരോധിച്ചിരിക്കുന്നു. കൂടാതെ മല്ലോർക്ക പ്രദേശത്ത് ടൂറിസത്തിന് ഒരു ഗ്രൂപ്പിന് 20 പേർ മാത്രമേ ഉണ്ടാകാവൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ കാറുകൾ വാടകയ്ക്കെടുക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ലൂക്ക, പാൽമ, കാൽവിയ, സാന്റ് ആന്റോണിയോ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാത്രി 9:30 മുതൽ രാവിലെ 8 വരെ മദ്യവിൽപ്പന നിരോധിച്ചിരിക്കുന്നു. കൂടാതെ പാർട്ടി ബോട്ടുകളും നിരോധിച്ചിട്ടുണ്ട്.